പുതുതായി അധികാരത്തിൽ വന്നിരിക്കുന്ന വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായിട്ട് വരുന്നത് ഈ വനിതകൾക്കുള്ള സൗജന്യ യാത്ര, അതായത് KSRTCയിൽ സൗജന്യ യാത്രയാണ്. ഇത് ശരിക്കും ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് വരുന്ന അതായത് LDFകാരുടെ ഒരു വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പറ്റിക്കൽ ഗ്യാരണ്ടി, അതായത് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പദ്ധതി തന്നെ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഒരു പറ്റിക്കൽ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിക്ക് പകരം പറ്റിക്കൽ ഗ്യാരണ്ടി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ കാരണം അവർ പറയുന്നത് വെച്ചാൽ സ്ത്രീകൾക്ക് എല്ലാ ബസ്സിലും സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 100 ദിവസത്തേക്ക് മാത്രം എന്ന് മാത്രമല്ല ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ ഇത് നടത്തുന്നുള്ളൂ എന്നുള്ളൊരു ഇതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് വിമർശിക്കുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. അത് എന്താ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വഞ്ചനയാണോ? എങ്ങനെയാണ് പറയുന്നത്? അല്ല, ഒരിക്കലും വഞ്ചനയാണെന്ന് പറയാൻ കഴിയില്ല. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാനദണ്ഡങ്ങളൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ല. അത് ഏത് തരം സ്ത്രീകളാണെന്ന് അല്ലെങ്കിൽ ഏത് ബസ്സാണെന്നുള്ള മാനദണ്ഡമൊന്നും പ്രഖ്യാപിച്ചിരുന്നില്ല. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പക്ഷെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായിരുന്ന, മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും ആശങ്ക ഉണ്ടായിരുന്ന പദ്ധതി എന്ന് പറയുന്നത് KSRTC ബസ്സിൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന KSRTCയിൽ എങ്ങനെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് എന്നാണ്. ഒരുപക്ഷെ ഇത് നടത്താതെ പോയാൽ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സിൽ പോലും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നാൽ കേരളത്തിൽ വലിയ പ്രതിഷേധം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും. കാരണം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചതുപോലെയും ഈ ഒരു പദ്ധതി തന്നെയാണ്. എന്തായാലും അത് പ്രഖ്യാപിച്ചത് 1 മാസം കൂടുതലായിട്ടില്ല അധികാരത്തിൽ കയറിയിട്ട്, എന്നിട്ട് അത് നടപ്പാക്കാൻ വേണ്ടി ഇന്ന ദിവസം നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ. ആദ്യ യോഗത്തിൽ തന്നെ പറയുകയുണ്ട്, ആശാവർക്കർമാരുടെ കാര്യം പരിഗണിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അന്നും ഓർഡിനറിയിലാണോ ഫാസ്റ്റിലാണോ സൂപ്പർ ഫാസ്റ്റിലാണോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച സൗജന്യ യാത്രയ്ക്ക് പ്രിയദർശിനി എന്നൊരു പേര് കൂടിയിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 15-ാം തീയതി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അകത്ത് ആദ്യം ഈ പറയുന്ന പോലെ 100 ദിവസം എന്ന് പറയുന്നത് 100 ദിവസം കൊണ്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുമെന്നല്ല പറയുന്നത്. 100 ദിവസം കഴിയുമ്പോൾ അറിയാം എത്ര സ്ത്രീകളാണ് കയറുന്നത്. പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത്. ഇത് എങ്ങനെ നടപ്പിലാക്കുക, ഇനി ഇത് എങ്ങനെ മാറ്റം വരുത്തണം എന്നൊക്കെയുള്ള ഒരു സമയം ടൈം പീരീഡ് ആണ് ഈ 100 ദിവസം. 100 ദിവസം എന്ന് പറയുന്നത്. ഇപ്പൊ മലബാർ മേഖലയിലൊക്കെ ഓർഡിനറി ബസ്സുകളുടെ സർവീസുകൾ കുറവാണ്, അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകൾ കുറവാണ്. ഇപ്പൊ തിരുവനന്തപുരം ജില്ല എടുക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ KSRTC ഓർഡിനറി സർവീസ് ഉള്ള തിരുവനന്തപുരം ജില്ലയ്ക്കകത്താണ്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ സ്ത്രീകൾക്ക് കിട്ടുന്ന അത്രത്തോളം ഗുണം മലബാർ ജില്ലകളിലേക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ട് 100 ദിവസം നമുക്ക് മുന്നോട്ട് പോകാം. 100 ദിവസം കഴിയുമ്പോൾ എത്രത്തോളം സ്ത്രീകളാണ് ഈ ബസ്സിൽ കയറുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ കഴിയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാമെന്നാണ് ഗതാഗത മന്ത്രി അടക്കം പറയുന്നത്. അപ്പൊ 100 ദിവസം കൊണ്ട് പ്രധാനമായിട്ട് ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 100 ഓർഡിനറി ബസ്സുകൾ എന്ന് പറയുമ്പോൾ ഈ 1000 ബസ്സുകളാണ് ഉള്ളതെങ്കിൽ അതിൽ ഭൂരിഭാഗവും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണുള്ളത്. മറ്റുള്ള ജില്ലകൾക്ക് ഇത് തീരെ പ്രായോഗികമാകില്ല, അല്ലെങ്കിൽ അവർക്കുള്ള ഇതിന്റെ ആനുകൂല്യം ലഭിക്കില്ല എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്ന ഒരു സംഭവം. അല്ല, അത് സ്ത്രീ വോട്ടർമാരടക്കം പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളടക്കം പറയുന്നുണ്ട്. മലബാർ മേഖലയിലൊക്കെ അല്ലെങ്കിൽ വടക്കൻ ജില്ലകളിലൊക്കെ KSRTC ബസ് സർവീസ് കുറവാണ്, പ്രത്യേകിച്ച് ഓർഡിനറി സർവീസ് കുറവാണ്. എന്ന് വെച്ചാൽ തീരെ ഇല്ല എന്നല്ല, പക്ഷെ കുറവാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കും. കാര്യം ആദ്യമേ തന്നെ സൂപ്പർ ഫാസ്റ്റിൽ നമുക്കറിയാം KSRTC നഷ്ടത്തിലാണ്. അപ്പൊ സൂപ്പർ ഫാസ്റ്റിലൊന്നും കൊടുക്കാൻ കഴിയില്ല, ഓർഡിനറി ബസ്സിൽ മാത്രമാണ്. അതും പരിശോധിച്ചതിന് ശേഷം മാത്രം. ഒരുപാട് കാര്യം കഴിഞ്ഞ ദിവസം തന്നെ CP ജോൺ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്ലാനുകളുണ്ട്. സ്വാഭാവികമായും ബദൽ പദ്ധതികൾ ഉണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ പോലും ഇന്നലെ പോലും മുഖ്യമന്ത്രി പറഞ്ഞത് KSRTC മറ്റു രീതിയിൽ വരുമാനം കണ്ടെത്തണം എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ CP ജോൺ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം വെറുതെ പറഞ്ഞു പോകല്ല, വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോ ആദ്യഘട്ടത്തിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, മാനദണ്ഡം വെക്കണമായിരുന്നു എന്ന് ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ആളാണ്, എന്തെങ്കിലും ഒരു മാനദണ്ഡം. പക്ഷെ അതിന് മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി മന്ത്രി പറഞ്ഞതാണ് ശരി. കാര്യം മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു പാവപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ സാധാരണക്കാരായ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്ന സ്ത്രീ KSRTC ബസ്സിൽ ഒരു ദിവസം 2 പ്രാവശ്യം കയറുകയാണെങ്കിൽ ഞാൻ പാവപ്പെട്ടവളാണ് എന്ന് 2 പേരെ അടുത്ത് പറയേണ്ട ഒരു സാഹചര്യം, ആ സ്ത്രീയെ അത് അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാ സ്ത്രീകളെയും പരിഗണിക്കുക, വേർതിരിവ് വേണ്ടെന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോഴും തീരുമാനിച്ചത്. ഗതാഗത മന്ത്രി അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു, ആരാണ് പാവപ്പെട്ടവരെന്നോ പണക്കാരൊന്നുമില്ല. ഇതിൽ ചോദ്യം വരുന്നത് എന്താ വെച്ചാൽ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ എന്തിനിത് സൗജന്യം കൊടുക്കണം എന്നുള്ളതായിരുന്നു.
അതും കൂടി അതിനുള്ള കൃത്യമായ ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നത്, പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഞങ്ങൾ KSRTC നഷ്ടത്തിലായതുകൊണ്ട് സൗജന്യ യാത്ര വേണ്ട എന്ന്. അപ്പോൾ ഞാൻ അതും വളരെ പോസിറ്റീവായി കണ്ട ഒരാളാണ്. KSRTC നഷ്ടത്തിലാണ്, അതുകൊണ്ട് എനിക്ക് സൗജന്യ യാത്ര വേണം, എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാമല്ലോ. KSRTC നഷ്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ KSRTCയിൽ എനിക്ക് സൗജന്യ യാത്ര വേണ്ട എന്ന് പറഞ്ഞ് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് അർഹരായവർക്ക് കിട്ടട്ടെ എന്ന് തീരുമാനിക്കുന്ന സ്ത്രീകൾ തീരുമാനിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴും ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഉത്തരം എന്ന് പറയുന്നത്, നിലവിൽ അത് ഞാൻ പരിശോധിക്കുന്നില്ല, അല്ലെങ്കിൽ നിലവിൽ ആരോടും പോയി അല്ലെങ്കിൽ കണ്ടക്ടർ ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്, ആരൊക്കെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് എന്ന് ചോദിക്കേണ്ട അങ്ങനെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകൾ KSRTC ബസ്സിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സിൽ കയറിയിട്ട് പറയാണ് ഞാൻ ടിക്കറ്റ് എടുക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരു QR കോഡ് വെക്കാം, അവർ ആ QR കോഡ് സ്കാൻ ചെയ്ത് പൈസ നൽകാൻ താല്പര്യമുള്ളവർ നൽകട്ടെ. അത്തരം വലിയ വലിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ടിക്കറ്റ് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. 0 ടിക്കറ്റ് ആണ് നൽകാൻ പോകുന്നത്. അപ്പൊ എനിക്കൊരു ആശങ്കയുണ്ട്. ഇപ്പോഴും എനിക്ക് ക്ലിയർ ആകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, 0 ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ആറ്റിങ്ങലിലേക്കാണ് പോകുന്നത്. അപ്പൊ ആറ്റിങ്ങലിൽ ഞാൻ ആ ടിക്കറ്റ് 0 ടിക്കറ്റ് ആയിരിക്കും. പക്ഷെ ഇന്നലെ മന്ത്രി പറഞ്ഞത് അവിടെ ഒന്നും രേഖപ്പെടുത്തില്ല, 0 ടിക്കറ്റ് എന്ന് മാത്രമായിരിക്കും. അവർ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നുള്ളത് കാണിക്കണ്ട എന്നാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കയറി ആറ്റിങ്ങലേക്കാണ് ഞാൻ പോകുന്നതെന്ന് സ്ഥലം കാണിക്കണം. കാണിച്ചാൽ മാത്രമായിരിക്കും അത് സൂപ്പർ ഫാസ്റ്റിലേക്കൊക്കെ വ്യാപിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മാറ്റുമ്പോൾ അത് ബുദ്ധിമുട്ടാകുമോ എന്നുള്ള കാര്യം. എനിക്കൊന്ന് അവിടെ സർക്കാരിന് വീഴ്ച പറ്റി, അല്ലെങ്കിൽ അതെല്ലാം ചർച്ച നടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. 0 ടിക്കറ്റ് മാറ്റി എടുക്കുമായിരിക്കും ചിലപ്പോൾ, ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് പരിശോധിക്കാൻ. കാര്യം പിങ്ക് ടിക്കറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. ടിക്കറ്റിന് 13 പൈസ ചെലവാകും സർക്കാരിന്റെ കയ്യിൽ നിന്ന്, 13 പൈസ, അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് 13 പൈസ ചെലവാകും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അതിന്റെ പിന്നിൽ പരസ്യം കൊടുക്കാൻ ഒരു ഓപ്ഷൻ പോലും സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത്, ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്, അത് മാധ്യമ സ്ഥാപനമാകാം അല്ലെങ്കിൽ കമ്പനികളാകാം, അവർക്ക് ബസ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അവരുടെ പരസ്യം ആ ബസ്സിൽ നൽകാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ട് കഴിഞ്ഞ സർക്കാർ. അതുപോലെ ഞാൻ ഏറ്റവും എടുത്തു പറയാൻ, അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് ഗതാഗത മന്ത്രി പറഞ്ഞാൽ ഇഷ്ടം തോന്നിയൊരു കാര്യം, സാധാരണ ഒരു പുതിയ സർക്കാർ വരുമ്പോൾ കഴിഞ്ഞ സർക്കാർ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ നയങ്ങൾ കൊണ്ടുവരുന്ന, അങ്ങനെയല്ല. കഴിഞ്ഞ സർക്കാരിന്റെ ഗ്രാമവണ്ടി നല്ല പ്രോജക്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഗ്രാമവണ്ടി നിലനിർത്തുന്നു, വണ്ടി ഞങ്ങൾ നൽകും, ഡീസൽ പഞ്ചായത്ത് അടിക്കട്ടെ, അതുപോലെ ഗ്രാമവണ്ടി 500 വണ്ടിയോളം ആക്കിയിട്ട് നഗരവണ്ടി കൂടി. അങ്ങനെ KSRTC നിലവിലെ സാഹചര്യത്തിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ CP ജോൺ പറയുന്ന കാര്യങ്ങൾ കേരളത്തിന് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. എനിക്ക് ആദ്യം വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഏറ്റവും പരാജയപ്പെട്ട, ഞാൻ ഒരു പ്രാവശ്യം പറയുകയും ചെയ്തു, ഇങ്ങനെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകി ഏറ്റവും പരാജയപ്പെട്ട മന്ത്രിയായി CP ജോൺ മാറുമോ എന്നൊരു ആശങ്ക ഉണ്ടായ സാഹചര്യത്തിലാണ് ഇദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്. അഭിമുഖം കണ്ടു കഴിഞ്ഞാൽ, ആര് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു വ്യക്തമായ ധാരണ മന്ത്രിക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും ആ ഒരു അഭിമുഖത്തിലൂടെ. അപ്പൊ കാരണം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ധാരണ ഉണ്ട് ഇതുകുറിച്ച്. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ LDF സർക്കാർ അല്ലെങ്കിൽ LDF അനുകൂലികൾ ഇതിനെ ഒരുപക്ഷെ എതിർക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് UDF സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. അതായത് ഒരുപക്ഷെ ഇത് ജനോപകാരപ്രദമായ ഏറ്റവും വലിയൊരു പദ്ധതിയായിരിക്കും. അപ്പൊ ആ പദ്ധതി ഒരുപക്ഷെ ക്ലിക്കാവും. അപ്പൊ ആ ക്ലിക്ക് ആകുമ്പോൾ എന്തായാലും തിരിച്ചടിയാവുന്നത് LDF അനുകൂലികൾക്ക്. അതുകൊണ്ട് ആ ഒരു വിരൽ പിടിച്ചുള്ള ഇതുകൊണ്ടാണോ അവർ കാണിക്കുന്നത്? അല്ല, അങ്ങനെയും നമുക്ക് കണക്കാക്കാം. കാര്യം സ്ത്രീകൾക്ക് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച ഏറ്റവും ആശങ്കയുള്ള പദ്ധതി തന്നെ ആദ്യം നടപ്പിലാക്കുന്നു 15-ന്. ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും പ്രഖ്യാപിച്ചില്ല എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ പോലും ഓർഡിനറി ബസ്സിൽ നൽകുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത്, കേരളമാണ് ആദ്യം കുറച്ച് ദിവസം, ആദ്യം 2 ആഴ്ചയൊക്കെ എല്ലാവരും ഓർഡിനറി ബസ്സിൽ കയറും. പിന്നെ ഇത് ഓർഡിനറി ബസ് കാത്തു നിന്ന് കയറുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്രയും സാധാരണക്കാരായ ആളുകൾ മാത്രമേ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ പ്രൈവറ്റ് ബസ് മേഖല ഇത് ബാധിക്കുമെന്ന് പറയുമ്പോൾ പോലും CP ജോൺ പറയും, നമുക്ക് നോക്കാം, ആദ്യത്തെ 2 ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ 1 മാസം കഴിയട്ടെ, അപ്പൊ എന്താണോ വേണ്ടത് അത് നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. പ്രൈവറ്റ് ബസ് അസോസിയേഷൻ അല്ലെങ്കിൽ അവരെ തള്ളി മാറ്റുന്ന രീതിയിലല്ല, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്, അവർക്ക് ഇത് എങ്ങനെ ബാധിക്കുന്നുള്ളത് നമുക്ക് പഠിച്ചതിന് ശേഷം അതിനനുകൂലമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാമെന്നുള്ള വ്യക്തമായിട്ട് പുള്ളി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ധവളപത്രം സഭയിൽ VD സതീശൻ വെച്ചു, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന്. ഇപ്പൊ CP ജോൺ പറയുന്നു, ഏറ്റവും കുറഞ്ഞത് 2-2.5 മാസത്തിനുള്ളിൽ KSRTCക്ക് വേണ്ടി ഒരു ധവളപത്രം, KSRTC ഉണ്ടായ അല്ലെങ്കിൽ KSRTC തുടങ്ങിയ കാലം മുതൽ ഇന്നീ നിമിഷം വരെ KSRTC ഏത് അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന്, അത് ഒരു തരത്തിൽ, അല്ലെങ്കിൽ എന്താണ് KSRTCയുടെ അവസ്ഥ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ അറിയണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ആദ്യത്തെ ആശങ്കയിൽ
ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ആദ്യം മുഴുവൻ ആശങ്കയായിരുന്നു, ഇത് നടപ്പിലാകുമോ, ഇത് ഫ്ലോപ്പ് ആകുമോ, KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക്. ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് വിജയിക്കുകയാണ് എങ്കിൽ UDF സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും. ഇത് പരാജയപ്പെടുകയാണെങ്കിൽ ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയവുമായിരിക്കും. അപ്പൊ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തതാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി വെറുതെ കാട്ടിക്കൂട്ടിയതാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഒരുപക്ഷെ 100 ദിവസത്തേക്കും അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകളിൽ ആദ്യം നടപ്പിലാക്കാമെന്നുള്ളൂ. അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയത് ശേഷം അത് 100 ദിവസം നോക്കിയതിനു ശേഷം മറ്റുള്ളതിലേക്ക് വ്യാപിക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാന്നുള്ള ഒരു നിലപാട്. അതുപോലെ തന്നെ KSRTCയെ സംബന്ധിച്ചിടത്തോളം KSRTC എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിയും KSRTC ഡിപ്പോ അല്ലെങ്കിൽ വകുപ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രമാണ് KSRTCയുമായി ബന്ധമുള്ളത്. അത് മാറ്റി ഒരു ജില്ല എടുക്കുകയാണെങ്കിൽ അവിടുത്തെ MLAക്കും MP ക്കും അവിടുത്തെ മെമ്പറിനുൾപ്പെടെ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണ് എങ്കിൽ അത്തരം കോർപ്പറേഷനിലെ കൗൺസിലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഒരു ഡെവലപ്മെന്റ് KSRTC ഡെവലപ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെയും ഒരു സർക്കാരും മുന്നോട്ട് വെക്കാത്ത ആശയങ്ങളാണ്. ഇതൊക്കെ വിജയിക്കുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ പല പല പദ്ധതികൾ UDF സർക്കാരിന്റെ കയ്യിൽ ഉണ്ട് എന്ന് മനസ്സിലായി. എല്ലാത്തിനും ബദൽ പദ്ധതികൾ ഉണ്ട് എന്ന് VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി വ്യക്തതയില്ല. കാര്യം ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ട്, ചർച്ചകൾ പല രീതിയിൽ നടക്കുന്നുണ്ട്, എല്ലാം റിവീൽ ചെയ്യാൻ സമയമായിട്ടില്ല, എല്ലാം പറയേണ്ട സമയത്ത് പറയാം. എന്തായാലും ഇപ്പോൾ ഏറ്റവും ആദ്യം 15-ാം തീയതി ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുക എന്നുള്ളതാണ്. പക്ഷെ ആരെയും തള്ളിക്കളയുന്നില്ല. ഇപ്പം സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതൊരിക്കലും പ്രൈവറ്റ് ബസ് മേഖലയെ തകർക്കാനല്ല, അല്ലെങ്കിൽ അത്തരം ആർക്കും ഒരു നെഗറ്റീവും ഉണ്ടാകാതെ തന്നെ കൊണ്ടുപോകാമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആവർത്തിച്ച് പറയുന്നത്. ഈ പദ്ധതി 100 ദിവസം ആക്കിയതെന്നും അല്ലെങ്കിൽ ഈ ഓർഡിനറിയിലേക്ക് മാത്രം ചുരുക്കിയതിനും വിമർശിക്കുന്നവരോട് ഒരു മറുപടി പറയുന്ന ഇതിൽ കാണുന്നതാണ്, സോഷ്യൽ മീഡിയ കാണുന്നത്. കാരണം 10 വർഷമായിട്ട് LDF സർക്കാർ, അതായത് പിണറായി സർക്കാർ നൽകിക്കൊണ്ട് വന്നിരുന്ന സൗജന്യ യാത്ര VD സതീശൻ വെട്ടിക്കുറച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെയായാലും ഇതൊരു വലിയ പദ്ധതിയാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. കാരണം ഇത് സ്ത്രീകളെ ബാധിച്ചാണ്. എന്തായാലും കേരളത്തിൽ ഒരു വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. എന്തായാലും ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ അത് UDF സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയവും, ഈ പദ്ധതി പരാജയപ്പെടുകയാണെങ്കിൽ ഈ സർക്കാരിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും. പക്ഷെ അതിനകത്ത് വേറെ കാര്യം, ഇത് മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ രീതിയിലല്ല നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രത്യേക കാരണം. മറ്റ് സംസ്ഥാനങ്ങൾ ആധാർ കാർഡ് കാണിക്കണം, ഇവിടെ പക്ഷെ അങ്ങനെയൊന്നുമില്ല. ആർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്നാണ്. പിന്നെ അത് മാത്രമല്ല, അന്തര സംസ്ഥാന തൊഴിലാളികൾക്കും, അതായത് സ്ത്രീകളായിട്ടുള്ള ആർക്കും യാത്ര ചെയ്യാം. അത് അവർ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരാണെന്ന് വെച്ചിട്ട് അത് അവരെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടി, അങ്ങനത്തെ ഒരു രീതിയൊന്നും അല്ല. സ്ത്രീ ആയിരിക്കണം അങ്ങനെ മന്ത്രി എടുത്തു പറയുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെയാലും ഇതൊരു നല്ല പരിപാടി ആയിരിക്കും എന്ന് വിചാരിക്കാം. 15-ാം തീയതി തൊട്ട് നമുക്ക് ഇത് എന്താ ഈ പരിപാടി എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം.